മറ്റാരുണ്ട് LDF അല്ലാതെ? തിരുവല്ലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു ശബ്ദരേഖ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ശബ്ദരേഖ അത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നുവിടാൻ ഒരു മാസം എന്തുകൊണ്ട് വൈകി, അതിന് താഴെയുള്ള മണൽ ഒലിച്ചു പോകും എന്ന് കണ്ടുകൊണ്ടാണ് അത് തുറക്കാതിരുന്നത് എന്നാണ് ആ ഫോൺ സംഭാഷണത്തിൽ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. അത് കുഴൽനാടൻ തന്നെ ആയത് നന്നായി. കുഴൽനാടനെ പറ്റി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കോടതി തന്നെ നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായത് അതിതീവ്ര മഴ കൊണ്ട് മാത്രമാണ് എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷനും ചെന്നൈ IITയും ശാസ്ത്രീയ പഠനം നടത്തി വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായതിന്റെ കാരണം മഴ മാത്രമാണ് എന്ന് മാത്രമല്ല 99 വെള്ളപ്പൊക്കം, അതായത് 1924 വെള്ളപ്പൊക്കം ഉണ്ടായ അതേ പ്രദേശങ്ങളിൽ, അന്ന് ഡാമൊന്നുമില്ല, അതേ പ്രദേശങ്ങളിൽ തന്നെയാണ് ഈ 2018 വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ കാരണം അതിതീവ്ര മഴയാണ്, മറ്റൊന്നുമല്ല എന്ന് ശാസ്ത്രീയമായി പഠനം നടത്തി സെൻട്രൽ വാട്ടർ കേന്ദ്ര ഏജൻസിയും ഒപ്പം ചെന്നൈ IITയും പഠനം നടത്തിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം അത് കെ കൃഷ്ണൻകുട്ടിയുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പുണ്യാളൻ ചമയേണ്ട എന്ന് കെ കൃഷ്ണൻകുട്ടി ആ ശബ്ദ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് തിരുവല്ലക്കാർക്കും കേരളത്തിലെ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന്. കെ കൃഷ്ണൻകുട്ടി അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കും. 2018 അങ്ങ് ജലവിഭവ മന്ത്രിയായിരുന്നു. അന്ന് ഈ പ്രളയം ഉണ്ടായ സമയത്ത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? തോട്ടപ്പള്ളി സ്പിൽവേയില് വെള്ളം, ഈ സ്പിൽവേയുടെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളത്തിന്റെ നിരപ്പ് ഒരേ നിരപ്പായിരുന്നു. അതുകൊണ്ട് വെള്ളം ഒഴുകി പോയില്ലായിരുന്നു. ഷട്ടറുകളെല്ലാം തുറന്നു വെച്ചിരുന്നു. പുതുതായി പണിതുകൊണ്ടിരുന്ന ഷട്ടറുകൾ ഉയർത്താൻ കഴിയാത്തതുകൊണ്ട് ജനറേറ്റർ കൊണ്ടുവന്ന് അത് ഉയർത്തി വെള്ളം എല്ലാം തുറന്നു വിടാൻ നോക്കി. പക്ഷെ വെള്ളം പോയില്ല. കാരണം അവിടെ നിരപ്പ് ഈ നിരപ്പിനേക്കാൾ താണിരുന്നാൽ മാത്രമല്ലേ വെള്ളം പോവുള്ളൂ. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവിടുത്തെ വെള്ളം താണപ്പോഴാണ് വെള്ളം ഒഴുകിപ്പോയത്. അതാണ് സംഭവിച്ചത്. ഒരു മാസം മുമ്പേ അത് എന്തുകൊണ്ട് തുറന്നു വിട്ടില്ല എന്നുള്ള ചോദ്യം, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു? വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടായപ്പോൾ തന്നെ അത് തുറന്നു വെച്ചു. ഞാൻ തന്നെ അവിടെ പോയി, വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഞാൻ അവിടെ പോയി അത് തുറന്നു വെപ്പിച്ചതാണ്. ജോഷി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചും ആ ശബ്ദ സംഭാഷണത്തിലുണ്ട്. ജോഷി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു, എങ്ങനെ അറിയാം? ഞാനത് ഓർക്കുന്നില്ല ഏതാണെന്ന്, ഏത് ഉദ്യോഗസ്ഥനാണെന്ന് ഓർക്കുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഉത്തരവാദിത്തമില്ല. അത് തുറന്നു വെച്ചിരുന്നാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് കൃത്രിമമാണ്. അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും. മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം അത് കൃഷ്ണൻകുട്ടിയുടേതല്ല എന്നാണ് ഇപ്പോൾ മാത്യു ടി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ ആ സ്പിൽവേ തുറന്ന് വിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല, മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.